തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസും ലോറിയും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. വട്ടപ്പാറ മരുതൂരിലാണ് സംഭവം. അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലോറി ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അപകട കാരണം കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെല്ലാവരെയും ഹോസ്പിറ്റലൈസ് ആക്കിയിട്ടുണ്ട്. മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും നിലവിൽ ഇല്ലെന്നാണ് അറിവ്. ലോറിയിലുള്ള ഡ്രൈവറിന് ഇത്തിരി പരിക്കുണ്ട്. ബാക്കി ഇപ്പം ഗതാഗതം പൂർണ്ണമായിട്ടും ഇവിടെ ലോറി മാത്രമാണ് ഇനി മാറ്റാനുള്ളത്. ഒരു സൈഡിൽ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. അത് ഗതാഗതം വഴി. ഞങ്ങൾക്ക് ഇൻഫോം കിട്ടുന്ന ഒരു 5:30 മണി ആ ഭാഗത്തായിട്ടാണ്. കുറച്ച് സാരമായ പരിക്കേറ്റ ബസ്സിലെ യാത്രക്കാരെ അയച്ചിരുന്നു, ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ലോറിയുടെ ഡ്രൈവറും KSRTCയുടെ ഡ്രൈവറുടെയും കാല് സ്റ്റിയറിങ്ങിന് അടിയിലും ഇത് രണ്ട് ബോഡി തമ്മിൽ കൊരുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇത്തിരി പണിപ്പെട്ടിട്ടാണ് ലോറിയുടെ ഡ്രൈവർ ആദ്യം പുറത്തെടുത്തത്. കൂടുതൽ ഇഞ്ചുറി ലോറി ഡ്രൈവറിനായിരുന്നു. ഈ ചാറ്റൽ മഴയും ഈ വളവും ഇതും കൊണ്ടതായിരിക്കണം, വളവായതുകൊണ്ടായിരിക്കണം. സുലേഖ ശശികുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, 12 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഡ്രൈവറുടെ നില ഗുരുതരമെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രാവിലെയാണ് KSRTC നാഷണൽ പെർമിറ്റ് ലോറി കൂട്ടിയിടിച്ചുണ്ടായ അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റത്. ഈ 12 പേരെയും നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 2 ഡ്രൈവർമാരുടെ KSRTC ബസ്സിലെ ഡ്രൈവറിന്റെയും അതുപോലെ തന്നെ ലോറിയുടെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. സാരമായ പരിക്ക് തന്നെ ഏറ്റിട്ടുണ്ട്. ലോറി ഡ്രൈവറുടെ തലയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ അപകടം തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു പോലീസിനും ഫയർഫോഴ്സിനും. ഇത്തരത്തിൽ ഈ ബസ് ഇതിന്റെ ആഘാതത്തിൽ മരത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ബസ്സിനെ റിക്കവറി വാൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പോലീസും ഫയർഫോഴ്സും നീക്കം ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇൻസി റോഡ് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇത്തരത്തിൽ രാവിലെ പുലർച്ചയിൽ നടന്ന അപകടമായതുകൊണ്ട് തന്നെ ആളുകൾ ബസ്സിൽ കുറവായിരുന്നു എന്നത് അപകടത്തിന്റെ തോത് അല്ലെങ്കിൽ അപകടത്തിന്റെ ആ ഒരു തോത് അത് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 12 പേരെയാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി സുലേഖ.